ഭക്തലക്ഷങ്ങളെ സ്വീകരിക്കാൻ അയ്യപ്പ സന്നിധാനം ഒരുങ്ങി. ഭക്തർക്ക് ദർശന പുണ്യമായി ഇന്ന് മകരവിളക്ക്. സ്വാമിയുടെ തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം നിലയ്ക്കലിലെത്തും. വൈകിട്ട് അയ്യപ്പന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. 7:52 മകരസംക്രമ പൂജ. സന്നിധാനത്ത് 8 കേന്ദ്രങ്ങളിലാണ് ഇത്തവണ മകരജ്യോതി ദർശന സൗകര്യം. ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ഞങ്ങൾ റിപ്പോർട്ടർമാർ ചേരുന്നു. പമ്പയിൽ നിന്ന് MS അനീഷ് കുമാർ ആദ്യം ചേരുന്നു. അനീഷ്, വലിയ തോതിലുള്ള ഭക്തരാണല്ലോ ഇന്ന് എത്തുക. ഭക്തലക്ഷങ്ങൾ തന്നെ അല്ലെങ്കിൽ ആയിരങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് എത്തും. അവിടെ പമ്പയിൽ എന്തൊക്കെ ഒരുക്കങ്ങളും മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്? അനീഷ് കുമാറിലേക്ക് വരാം. ശ്യാം, കേൾക്കാമോ? ശ്യാം, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? കേൾക്കാം. തിരുവാഭരണ ഘോഷയാത്ര 9 മണിയോടുകൂടിയാണ് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലെത്തിയത്. സാധാരണ ശബരിപാതയിലൂടെയാണ് കടന്നു വരിക. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ 9 മണിക്ക് എത്തിയ തിരുവാഭരണ ഘോഷയാത്ര 10 മണിയോടെ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും പുറപ്പെട്ടത്. കാനനപാതയിൽ ശബരിപാതയിലൂടെ അട്ടത്തോടെത്തും. ഇതിനുശേഷം കാനനപാതയിലൂടെയാണ് തുടർന്നുള്ള യാത്ര. പമ്പയാറിൻ്റെ ഇടത് കരയിലൂടെയാണ് സന്നിധാനത്തേക്ക് തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പോകുന്നത്. കുറുങ്കയം വഴിയാണ് പോകുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പാണ്ടിത്താവളത്തെത്തും. പാണ്ടിത്താവളം, അതായത് ചെറിയാനോട്ടത്തെത്തും. അവിടെ നിന്നും ശരംകുത്തിയിലേക്കാണ് പോകുന്നത്. വൈകിട്ട് 6 മണിക്കാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നത്. ആ രീതിയിലുള്ളതാണ് ക്രമീകരണം. ഇതിന് പോലീസിൻ്റെ സുരക്ഷയുണ്ട്. നിലയ്ക്കലിൽ നിലവിൽ തന്നെ ഭക്തരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. കാരണം ക്രമാതീതമായ രീതിയിൽ തന്നെ ഇവിടെ വാഹനങ്ങൾ ഉണ്ട്. ഏതാണ്ട് 8500-ലധികം വാഹനങ്ങൾ ഇപ്പോൾ തന്നെ നിലയ്ക്കലിൽ ബേസ് സ്റ്റേഷനായ നിലയ്ക്കലിൽ ഉണ്ട് എന്നാണ് പോലീസിൻ്റെ കണക്ക്. കാരണം കഴിഞ്ഞ 3 ദിവസമായി വിവിധ ഇടങ്ങളിലെത്തിയ തീർത്ഥാടകർ വിട്ടു പോകുന്നില്ല, ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും മകരവിളക്കിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. ഇവർ 3 ദിവസമായി പക്ഷേ ഭക്തർ സന്നിധാനത്തുമുണ്ട്. ഇവർ മകരവിളക്കും മകരജ്യോതിയും എല്ലാം ദർശിച്ച ശേഷം മാത്രമാകും മലയിറങ്ങുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്ര ഒരു വാഹനങ്ങളുടെ ആധിക്യം. അതുകൊണ്ട് തന്നെ എരുമേലിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. നേരത്തെ മണ്ഡലപൂജ സമയത്തും ഇതുപോലെ വളരെ വലിയൊരു ഗതാഗത കുരുക്ക് ശബരിപാതയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ എരുമേലിയിൽ നിന്ന് വെച്ച് തന്നെ വാഹനങ്ങൾ തടയുകയാണ്. അവിടെ നിന്ന് KSRTC ബസ്സിൽ മാത്രമാണ് ഭക്തരെ നിലയ്ക്കലിലേക്കും പമ്പയിലേക്കും കൊണ്ടുപോകുന്നത്. KSRTC ബസ് മാത്രമാണ് ഇതുവഴി സർവീസ് നടത്തുന്നത്. എരുമേലിയിലും അതിന് അനുബന്ധമായ പ്രദേശങ്ങളിലുമാണ് വാഹനങ്ങൾക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നിലയ്ക്കലിനെ സംബന്ധിച്ച് മകരവിളക്കിന് ശേഷം ഈ ഭക്തർ സന്നിധാനത്തും പമ്പയിലും ഒക്കെയുള്ള സന്നിധാനത്തും മറ്റ് പല പ്രദേശങ്ങളിലുള്ള ഭക്തർ മകരവിളക്കിന് ശേഷം ഒഴുകിയെത്തുക ബേസ് സ്റ്റേഷനായ നിലയ്ക്കലിലേക്കാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടുകൂടി ഈ രാത്രി ഒരു 9 മണിയോടുകൂടി വളരെ വലിയൊരു തിരക്ക് തന്നെ നിലയ്ക്കലിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അല്പസമയം മുമ്പാണ് 9 മണിയോടുകൂടിയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്യാം, കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി. അവിടെ പമ്പയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നത് പുല്ലുമേട്ടിൽ നിന്നാണ്. അവിടുത്തെ വിവരങ്ങളുമായി സുർജിത്ത്, പുല്ലുമേട്ടിലും ഈ പറഞ്ഞതുപോലെ നിരവധി ആളുകളാണ്. ഒരു പ്രത്യേക സമയം തടിച്ചുകൂടുക, സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്കുള്ള ഒഴുക്ക് ആരംഭിക്കുകയും ചെയ്യും. ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്? നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? മറ്റ് വിവരങ്ങൾ എന്താ? ഏറ്റവും സുഗമമായും മനോഹരമായും മകരജ്യോതിയും അതോടൊപ്പം തന്നെ മകരദീപവും ദർശിക്കാൻ കഴിയുന്ന ഇടമാണ് പുല്ലുമേട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ വലിയ അളവിലുള്ള ഒഴുക്ക് പുല്ലുമേട്ടിലേക്ക് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രധാനമായും ആന്ധ്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഏറ്റവും ഏറിയ പങ്കും എത്തുക. എല്ലാ അർത്ഥത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ വെച്ച്, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പോലീസുകാരെ വേണ്ട വിധത്തിൽ വിന്യസിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ പോലീസുകാർ വിവിധ ഇടങ്ങളിൽ
ഇടങ്ങളിലേക്ക്, അതായത് ഇടുക്കി ജില്ലയുടെ പ്രധാനമായി മകരജ്യോതി ദർശനം സാധ്യമാകുന്ന പാഞ്ചാലിമേട്, പരുന്തുംപാറ, അതോടൊപ്പം തന്നെ പുല്ലുമേട് തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള പോലീസുകാരുടെ വിന്യാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 1500ഓളം പോലീസുകാരെയാണ് പ്രധാനമായും വിന്യസിച്ചിരിക്കുന്നത്. അവശ്യ സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുല്ലുമേടിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഏറ്റവും സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മയാണ്. 2011 ജനുവരി 14 തീയതി ഉണ്ടായ ആ ദുരന്തത്തിൽ 102 പേരാണ് മരിച്ചത്. സ്വാഭാവികമായും അതിനുശേഷം കർശനമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ എല്ലാം ഭാഗത്തു നിന്നും തുടർന്ന് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വനംവകുപ്പ് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തന്നെ വലിയ അളവിലുള്ള ഒരു തീർത്ഥാടക പ്രവാഹം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം ഉണ്ടായത് 20,000-ഓളം തീർത്ഥാടകർ മാത്രമാണ് പുല്ലുമേട് വഴി യാത്ര ചെയ്ത്. ഇത്തവണ അതിൽ നിന്നും വലിയ അളവിലുള്ള കുറവുണ്ടായിട്ടുണ്ട്. ഇതുവരെ 8,500ഓളം തീർത്ഥാടകർ മാത്രമാണ് പുല്ലുമേട് വഴി കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഉണ്ടായത് 450 പേർ തീർത്ഥാടകർ മാത്രമാണ് ആ വഴി പോയിട്ടുള്ളത്. കർശനമായ നിയന്ത്രണങ്ങൾ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അതെല്ലാം തന്നെ ഈ മേഖലയിലുള്ള തീർത്ഥാടനത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. പക്ഷേ ഇന്ന് മകരവിളക്കാണ്. മകരവിളക്ക് ഏറ്റവും മനോഹരമായി മകരജ്യോതി ആസ്വദിക്കാൻ പറ്റിയ ഇടം ആണ് പുല്ലുമേട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ കൂടുതലായി ഇന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബേസ് ക്യാമ്പായ സത്രത്തിൽ ഉൾപ്പെടെ ഈ വിധത്തിൽ അയ്യപ്പ തീർത്ഥാടകർ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ തീർത്ഥാടകരാണ്. അവർ പാചകവും മറ്റും ചെയ്യുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം ഇവർ സന്നിധാനത്തേക്ക് യാത്ര തിരിക്കും. സന്നിധാനത്ത് നിന്നും തിരിച്ച് വീണ്ടും പുല്ലുമേട്ടിലെത്തും. അവിടെയാണ് മകരജ്യോതി ദർശനം സാധ്യമാവുക. എല്ലാ അർത്ഥത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല തീർത്ഥാടകർ ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം മടങ്ങിപ്പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഉപ്പുതറയിൽ നിന്നും മടങ്ങിപ്പോകാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനായി KSRTC ബസ്സുകൾ 20ഓളം KSRTC ബസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പാഞ്ചാലിമേട് ഉൾപ്പെടെയുള്ള മേഖലകളിലും പരുന്തുംപാറയിലും തീർത്ഥാടകർ സമാനമായ രീതിയിൽ തന്നെ തമ്പടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അവർക്കായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസും അതോടൊപ്പം തന്നെ വിവിധ തദ്ദേശ സ്വയംഭരണ ഈ പുല്ലുമേട് അപകടത്തിന് ശേഷം വലിയ തോതിലുള്ള വാഹനങ്ങളൊന്നും ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് വിടേണ്ടതില്ല എന്ന തീരുമാനമൊക്കെ ആ കാലങ്ങളിൽ തന്നെ എടുത്തിരുന്നു. വാഹനങ്ങൾ സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്? എവിടം വരെയാണ് വാഹനങ്ങൾ എത്തിച്ചേരുക? രണ്ട് തരത്തിലാണ് ഈ പുല്ലുമേട്ടിലേക്ക് ഇവിടെ നിന്നും എത്താനുള്ള 2 വഴികളാണുള്ളത്. ഒന്ന് വള്ളക്കടവ് വഴിയും മറ്റൊന്ന് സത്രം വഴിയുമാണ്. ഇതിൽ വള്ളക്കടവ് വഴി മറ്റ് ഒഫീഷ്യൽ വാഹനങ്ങൾ മാത്രമാണ് വള്ളക്കടവ് വഴി കടത്തിവിടുക. മറ്റ് വാഹനങ്ങൾ എല്ലാം തന്നെ എത്തുക സത്രം എന്ന ബേസ് ക്യാമ്പിലാണ്. സത്രത്തിൽ നിന്നും 6 കിലോമീറ്റർ പുല്ലുമേട്ടിലേക്ക്, തുടർന്ന് അവിടെ നിന്നും 6 കിലോമീറ്റർ സന്നിധാനത്തേക്ക്. ആ വിധത്തിലാണ് 12 കിലോമീറ്ററാണ് സത്രത്തു നിന്നും. ആ വഴിയാണ് തീർത്ഥാടകർ പ്രധാനമായും കാൽനടയായി ആശ്രയിക്കുന്നത്. നേരത്തെ ഉപ്പുപാറ വരെ ഈ KSRTC ബസ്സുകളുടെ സർവീസ് ഉണ്ടായിരുന്നു. എന്നാൽ പുല്ലുമേട് ദുരന്തത്തിന് ശേഷം KSRTC ബസ്സുകൾ അവിടേക്ക് കടത്തിവിടാത്ത ഒരു സാഹചര്യമുണ്ട്. പൂർണ്ണമായും അവിടേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും പക്ഷേ ഇന്ന് പ്രത്യേക ഒരു സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് അവിടെ നിന്നും ഇന്ന് ഈ തീർത്ഥാടകർ ഇറങ്ങുന്ന ഘട്ടത്തിൽ, അതായത് വലിയൊരു തിരക്ക് ആ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്നും 20ഓളം KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുക. അത് തീർത്ഥാടകരെ ഇവിടേക്ക് സുഗമമായി എത്തിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു നടപടിക്രമമാണ്. പക്ഷേ അതിനുശേഷം അങ്ങോട്ടേക്ക് വീണ്ടും വാഹനങ്ങൾ കടത്തി വിടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ സത്രം ആണ് ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. സത്രത്തു നിന്നുമാണ് തീർത്ഥാടകർ അവിടെ എത്തി അവരുടെ രേഖകൾ പൂർണ്ണമായും പോലീസിനെ സമർപ്പിക്കും. അതായത് അവരുടെ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസ് പരിശോധിക്കും. ഇതിനുശേഷം ആണ് ഇവരെ തീർത്ഥാടകരെ പൂർണ്ണമായും അങ്ങോട്ടേക്ക് കടത്തി വിടുക. ആ ഒരു അവിടെ പോയി അതിനുശേഷം പുല്ലുമേട് കഴിഞ്ഞ് സന്നിധാനം പിന്നിട്ട് അവിടെ നിന്നും മറ്റ് കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം തിരിച്ച് മകരജ്യോതി ദർശനത്തിനായി തിരിച്ച് പുല്ലുമേട്ടിലേക്ക് വന്ന് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് പതിവ്. എല്ലാ അർത്ഥത്തിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണം പൂർത്തിയായി. പോലീസ് വിന്യാസവും ഏതാണ്ട് ഇപ്പോൾ നടത്തി വരികയാണ്. ശരി സുർജിത്ത്, വിവരങ്ങൾക്ക് നന്ദി. ഞാൻ തിരിച്ചു വരാൻ ആവശ്യമുണ്ടെങ്കിൽ താങ്കളിലേക്ക്. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് കിരൺ ബാബു കൂടെ ചേരുന്നു. കിരൺ, സന്നിധാനത്ത് സ്വാഭാവികമാണ് ഇന്ന് ഭക്തജന തിരക്ക് കൂടുതലായിരിക്കും. ഏത് നിലക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്? ഒപ്പം ഈ യുവതീ പ്രവേശമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർ കൂടെ മകരജ്യോതി ദർശനത്തിന് വേണ്ടി എത്തുകയാണെങ്കിൽ സുരക്ഷ ആവശ്യമായത് നൽകുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിലുള്ള വിവരങ്ങൾ എന്താണ്?
സനീഷ്, നമുക്ക് ആ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡ് മുൻ അംഗം ശ്രീ അജയ് തറയിൽ നമുക്കൊപ്പമുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം ന്യൂസ് എയ്റ്റിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ സർക്കാരിന്റെ വാദം, യുവതികൾ പ്രവേശിച്ചു എന്ന സർക്കാരിന്റെ വാദം പൂർണ്ണമായും തെറ്റാണ്. ഫോട്ടോഷൂട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, വ്യാജ ഫോട്ടോഷൂട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് എന്നാണ് അദ്ദേഹം നേരത്തെ നമ്മളോട് പറഞ്ഞത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇത്തവണ യുവതി പ്രവേശനം ഉണ്ടായെന്ന വാദം ശരിയല്ലേ? ഈ ഹൈക്കോടതി വിധിക്ക് ശേഷം ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച് സോപാനത്ത് വന്ന് ദർശനം നടത്തിയിട്ടില്ല. ഒരു യുവതിയും ഈ ദിവസം വരെ സോപാനത്ത് വന്ന് അയ്യപ്പസ്വാമിയെ ദർശനം നടത്തിയിട്ടില്ല. ആ ദർശനം നടത്തിയതിന്റെ ഒരു തെളിവും ഈ ഗവൺമെന്റിനോ പോലീസിനോ ദേവസ്വം ബോർഡിനോ നൽകുവാൻ കഴിയില്ല. സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ കൊണ്ടുവന്ന് കെട്ടിയെഴുന്നള്ളിച്ച് വേഷപ്രച്ഛനയായി മതിൽ ചാടിച്ച് ഊടുവഴികളിലൂടെ അമ്പലത്തിന്റെ പരിസരത്ത് കൂടി നടന്നു എന്ന ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാക്കി എന്നല്ലാതെ പോലീസിന്റെയും സർക്കാരിന്റെയും അവകാശവാദം തികച്ചും തെറ്റാണ്. യുവതികൾ വന്ന് സോപാനത്ത് നിന്ന് ദർശനം നടത്തിയിട്ടില്ല എന്ന് എല്ലാ തെളിവുകളും കൂടെയുണ്ട്. അത് നേരെ മറിച്ചാണ് തെളിയിക്കാൻ ഞാൻ ഈ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പോലീസിനെയും ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയാണ്. പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെ എല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് യുവതി പ്രവേശനം സാധ്യമായെന്ന്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു വ്യാജമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുമോ? ഇവിടെ പന്തളത്ത് ഒരാളെ കല്ലെറിഞ്ഞ് തലയിൽ രക്തസ്രാവം വന്ന് മരിച്ചതിനെ രാവിലെ 10 മണിക്ക് വാർത്താസമ്മേളനം നടത്തി അദ്ദേഹത്തിന് കഠിനമായ ഹൃദയാഘാതം കൊണ്ടാണ് മരിച്ചതെന്ന് പത്രസമ്മേളനം നടത്താൻ മടി കാണിക്കാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഈ ലോകത്ത് ആര് മരിക്കുന്നതും ഹൃദയം നിന്നാണ് മരിക്കുന്നത്, അത് സത്യമാണ്. ഹൃദയാഘാതത്തിന്റെ കാരണം എന്താണെന്നതിനെ കുറിച്ചാണ്. അതുപോലെ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുന്ന, ഇവിടെ ശ്രീലങ്കൻ യുവതി പ്രവേശിച്ചു എന്ന് പറഞ്ഞു, അങ്ങനെ ധാരാളം കഥകൾ മെനഞ്ഞെടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നു, സോപാനത്ത് നിന്ന് ഈ യുവതികൾ തൊഴുകുന്ന ഏതെങ്കിലും ഒരു CCTV ദൃശ്യം, എല്ലാവരും തൊഴുന്ന CCTV ദൃശ്യമുണ്ട്. സോപാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന TVകളുണ്ട്. ഉണ്ടോ? ഇല്ല. ഇതെല്ലാം ശരിയാക്കി തരാമെന്നല്ലേ പറഞ്ഞത്. ഇത് കണ്ടില്ലേ ശബരിമല മകരവിളക്ക് ദിവസം കാണുന്ന അവസ്ഥയാണ്. എല്ലാം ശരിയാക്കിയിരിക്കുന്നു. ഒരു 2-2.5 കോടിയോളം വരുന്ന ഭക്തർ ഇവിടെ ഇത് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഇത് കേരള ജനത ഒന്നിച്ചേർന്ന് മാറ്റമുണ്ടാക്കി അയ്യപ്പ സന്നിധിയെ ശക്തമാക്കണമെന്നാണ് എനിക്ക് പറയുവാൻ. ഈ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ തവണ ഭക്തർ പറഞ്ഞത് സുഗമമായ ദർശനം സാധ്യമായെന്നാണ്. ഭക്തർ പൊതുവെ സംതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു വാദത്തിന് കഴിവുണ്ടോ? തീർച്ചയായിട്ടും ശരിയാണ്. വരുന്ന ഭക്തരെ സംബന്ധിച്ച് ശബരിമലയിലെ 1 മിനിറ്റിൽ 100 ഭക്തരാണ് 18 പടി കയറുക. ഇപ്പോൾ 1 മിനിറ്റിൽ 20 ഭക്തർ കയറുമ്പോൾ അവർ സാവകാശം നിന്ന് തൊഴുത് കയറുന്നു, അവർക്ക് തിരക്കിലേക്ക് കയറുന്നു. വരുന്ന ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവർക്ക് സ്വസ്ഥമായി ദർശനം നടത്താൻ കഴിയുന്നു എന്നത് ഈ തരത്തിലെ പ്രത്യേകതയാണ്. അതിന് ഈ ഗവൺമെന്റ് ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഭക്തന്മാരുടെ എണ്ണം ഇല്ലാത്തതുകൊണ്ട്. ഈ ഭക്തരുടെ കുറവിന് പ്രധാനപ്പെട്ട കാരണം ഒരു ദേശീയ പാർട്ടി, പ്രധാനമായും BJP ഉയർത്തുന്ന കലാപങ്ങളാണെന്നാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത്. ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഈ ശബരിമലയിൽ കലാപമാണെന്നും ശബരിമലയിൽ പ്രശ്നങ്ങളാണ് എന്നും വരുത്തി തീർത്ത ഗവൺമെന്റും ഇവിടെ കലാപങ്ങളും പ്രശ്നവും ഉണ്ടാക്കിയ BJP സംഘപരിവാർ ശക്തികളും ഇവിടെ ആള് കുറഞ്ഞതിനകത്ത് തുല്യമായ പങ്കാളികളാണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. സനീഷ്, പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്. യുവതി പ്രവേശനം എന്ന് പറയുന്നത് സർക്കാർ വ്യാജമായി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു യുവതി പ്രവേശനം നടന്നിട്ടില്ല. സോപാനത്തിന് മുന്നിൽ CCTV ക്യാമറയുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന CCTV ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ആണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. അജയ് തറയിലാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. യുവതി പ്രവേശനം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കിരൺ ബാബു, ഇന്നത്തെ കാര്യങ്ങളിലേക്ക് വന്നാൽ സന്നിധാനം എത്രത്തോളം ഭക്തജന തിരക്കിലാണ്? വലിയ സുരക്ഷയുണ്ടോ? സ്ത്രീ പ്രവേശനം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് സുരക്ഷ നൽകുമെന്ന് പോലീസ് പറഞ്ഞതായി വാർത്തകളിലുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഇന്നലെ വരെ കണ്ട ഒരു ശബരിമലയല്ല ഇന്നുള്ളത്. ഇന്നലെ വരെ പൊതുവെ വലിയ തിരക്ക് കുറവായിരുന്നു. സാധാരണ സീസണിൽ ഉണ്ടാവുന്ന തിരക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് അതുപോലെയല്ല, പതിവിന് വ്യത്യസ്തമായി വലിയ തിരക്കുണ്ട് സന്നിധാനത്തിലും. ഈ സന്നിധാനത്തിന്റെ പരിസരത്ത് ആകെ ഇന്നലെ മെനഞ്ഞാന്നുമായി കയറിയ ഭക്തരാകെ തിരികെ പോയിട്ടില്ല. മഹാഭൂരിപക്ഷം ഭക്തരും ഇവിടെ തന്നെ തങ്ങുകയാണ്. ഇവിടെ നീണ്ട ക്യൂ ഉണ്ട്. നടപ്പന്തലിലടക്കം ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ ഈ സീസണിൽ തന്നെ ആദ്യമാണ്. ഈ സാധാരണഗതിയിൽ തന്നെ മകരജ്യോതി
ഏറ്റവും കൂടുതൽ ഭക്തർ ശബരിമലയിൽ എത്തുന്നത്. എന്നാൽ ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. മുൻ വർഷത്തേക്കാൾ ഏകദേശം 1.5 ലക്ഷത്തിലധികം ഭക്തരുടെ കുറവ് ഇത്തവണ ഉണ്ടാവും എന്നാണ് കണക്കുകൂട്ടുന്നത്. ആ കുറവ് ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നതും ആ കണക്കൂട്ടൽ ശരിയാണ് എന്ന് തന്നെയാണ്. ഈ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. അവർക്ക് തിരക്ക് കുറയുന്നത് നിയന്ത്രിക്കാനും മറ്റു കാര്യങ്ങൾക്കും വലിയ ആശ്വാസമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് പോലീസിന് അതീവ ജാഗ്രത പുലർത്തേണ്ട അവസ്ഥയുണ്ട്. ഇന്നലെയും ബൽറാംകുമാർ ഉപാധ്യായുടെ നേതൃത്വത്തിൽ ഉള്ള ഈ 2275 പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. അവർ അതീവ ജാഗ്രതയിലാണ്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് അതീവ ജാഗ്രത പുലർത്തുന്നത്. മറ്റ് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഭക്തർ കാര്യമായ ദർശനം. ഇപ്പോൾ എണ്ണം കുറവ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു ആശ്വാസം പോലീസിനും ദേവസ്വം ബോർഡ് അധികൃതർക്കുമുണ്ട് സൗകര്യങ്ങൾ ഒരുക്കുന്ന വിഷയത്തിൽ. പക്ഷേ നിലവിൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ഒരു കാര്യമായ പരാതിക്ക് ഇടയില്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത് ഇന്നാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലാണ് ഭക്തരുടെ വരവുള്ളത്. ശരി, മുൻ വർഷങ്ങളിലേക്കാൾ നന്ദി കിരൺ ബാബു. വിവരങ്ങൾക്ക് മുൻ വർഷങ്ങളിലേക്കാൾ ആളുകൾ കുറവാണ് എങ്കിലും നല്ല നിലക്ക് ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശബരിമലയിലേക്ക് സന്നിധാനത്തും മറ്റും എത്തുന്ന ദിവസമാണിന്ന്. ഇന്നാണ് മകരജ്യോതി കത്തിക്കുന്ന ദിവസം. എല്ലായിടങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ നിന്ന് MS അനീഷ് കുമാർ കൂടെ ചേരുന്നു. അനീഷ്, അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ എന്താണ്? ഈ പോലീസിന്റെ കൂടുതലായുള്ള വിന്യാസം ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? സനീഷ്, തീർത്ഥാടനം ഇപ്പോൾ തികച്ചും സുഗമമായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ മണിക്കൂറിലും സന്നിധാനത്തേക്ക് പോകുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 37,000 ഭക്തർ ഇതിനകം തന്നെ പമ്പ വഴി സന്നിധാനത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ ഇന്നലെ 1,03,300 പേര് സന്നിധാനത്തേക്ക് പോയിരുന്നു. അതിൽ പകുതിയിൽ താഴെ ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ 30% ആളുകൾ മാത്രമാണ് താഴേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ നിലവിൽ 1 ലക്ഷത്തിലധികം ആളുകൾ സന്നിധാനത്ത് തങ്ങുന്നു എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പമ്പയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മകരജ്യോതി ദർശിക്കുന്നതിനുള്ള അവസരങ്ങൾ കുറവാണ്. കാരണം പ്രളയത്തെ തുടർന്ന് പമ്പ പൂർണ്ണമായി നശിച്ച സാഹചര്യത്തിൽ ഹിൽ ടോപ്പിൽ ഇത്തവണ ദർശനം അനുവദിക്കില്ല. ഏതാണ്ട് 20,000-ലധികം ആളുകൾ ഒരുപക്ഷെ ദർശനം നടത്തിയിരുന്ന സ്ഥലമാണ് പമ്പ ഹിൽ ടോപ്പും ഒപ്പം ത്രിവേണി പമ്പിന് സമയമുള്ള സ്ഥലങ്ങളുമൊക്കെ. അത്തരത്തിൽ അവിടെ ദർശനയോഗ്യമല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇനി സന്നിധാനത്തേക്ക് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. താൽക്കാലികമായി ഫോറസ്റ്റ് ഡോർമെട്രിക്ക് സമീപവും ഒപ്പം വാട്ടർ ടാങ്കിന് സമീപവുമൊക്കെ ചില താൽക്കാലിക ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പമ്പയിൽ എത്തുന്നവർക്ക് മകരജ്യോതി ദർശിക്കാൻ. എന്തായാലും പഴയ രീതിയിലുള്ള ഒരു വലിയ തിരക്ക് പമ്പയിൽ മകരജ്യോതി ദർശന സമയത്ത് ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ചെറിയാനവട്ടത്ത് തിരുവാഭരണ ഘോഷയാത്ര എത്തുക. ആ സമയത്ത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല കയറുന്നതിന് ചെറിയ ചില നിയന്ത്രണങ്ങളുണ്ടാവും. പിന്നീട് തിരുവാഭരണ ഘോഷയാത്ര മരക്കൂട്ടം പിന്നിട്ട ശേഷമാവും ഭക്തരെ ഇവിടെ നിന്നും കടത്തിവിടുക. എന്തായാലും സന്നിധാനത്തും പമ്പയിലുമൊക്കെ തിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ദർശനത്തിന് ശേഷം ഭക്തർ കൂട്ടത്തോടെ മലയിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് അവർക്ക് തങ്ങളുടെ നാടുകളിലേക്ക് പോകുന്നതിനുള്ള വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ഒപ്പം പുല്ലുമേട് പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായത് ഈ മകരവിളക്കിലെ വലിയ തിരക്കിന് ശേഷം ഭക്തർ കൂട്ടമായി താഴേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലാണ്. അത്തരമൊരു സാഹചര്യങ്ങൾ നേടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായാണ് ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത്. എന്തായാലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഭക്തരുടെ എണ്ണത്തിൽ കുറവായത് ഇത്തരത്തിലെ തിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യങ്ങളിൽ പോലീസിന് ചെറിയ ആശ്വാസം തന്നെ നൽകുന്നുവെന്ന് നമുക്ക് പറയാം. സനീഷ്, നന്ദി അനീഷ് കുമാർ. വിവരങ്ങൾക്ക് സന്നിധാനത്ത് നിന്ന് ജോയ് നായർ കൂടെ ചേരുന്നു. വിവരങ്ങളുമായി ജോയ്, കൂട്ടിച്ചേർക്കാവുന്ന വിവരങ്ങൾ എന്താണ്? കനത്ത സുരക്ഷയിൽ മകരവിളക്കും മകരജ്യോതിയും ദർശിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി വൈകുന്നേരം 6:30 മണിക്കാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്നത്. അതേസമയം പൊന്നമ്പലം വീട്ടിൽ മകരവിളക്ക് തെളിയും, മകരജ്യോതിയും ദൃശ്യമാകും. അത് കാണുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇനി ഇവിടെ ഉള്ളത്. കഴിഞ്ഞ സീസണിലെ പോലെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ തീരെ കുറവാണ് തീർത്ഥാടകർ ഇവിടെ എത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണി വരെയുള്ള കണക്ക് 1,03,000 പേരായിരുന്നു. ഇപ്പോൾ ഏകദേശം 40,000-ഓളം പേർ കൂടി ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തിയത് 1,00,000-ലധികം പേരായിരുന്നു. പക്ഷേ അവരിൽ നല്ലൊരു ശതമാനവും തിരിച്ചു പോയിട്ടില്ല. അവരെല്ലാം ഇവിടെ തങ്ങുകയാണ് വിവിധ കേന്ദ്രങ്ങളിൽ. അതായത് 8ഓളം വ്യൂ പോയിന്റുകളുണ്ട് സന്നിധാനത്ത് മകരജ്യോതി ദർശിക്കാൻ. അത്തരം വ്യൂ പോയിന്റുകളിൽ അവർ തങ്ങുകയാണ്. എന്തായാലും
അവരെല്ലാം ഇവിടെ തങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ടര ലക്ഷത്തോളം പേർ ഇവിടെ മകരജ്യോതിയും മകരവിളക്കും ദർശിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് മകരവിളക്ക് ഉത്സവം. മകരമാസം തുടങ്ങുന്ന മകരം 1-ാം തീയതിയാണ് മകരവിളക്ക് ഉത്സവം സാധാരണ നടക്കുന്നത്. ആ ദിവസത്തിലാണ് മകരജ്യോതി തെളിയുന്നത്. അത് ദർശിക്കാൻ വേണ്ടി തന്നെയാണ് ഭക്തർ ഇവിടെ ഉള്ളത്. നിരവധി ചടങ്ങുകൾ ഇന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന ദീപാരാധന തന്നെയാണ്. മകരവിളക്ക് ദിവസം ദീപാരാധനയ്ക്ക് മാത്രമേ തിരുവാഭരണം ചാർത്താറുള്ളൂ. ആ ഒരു തിരുവാഭരണം ചാർത്തിയുള്ള ഒരു ദീപാരാധന ദർശിക്കാൻ വേണ്ടി തന്നെയാണ് ഏവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഇതിനു ശേഷം ഈ തിരുവാരാധന നടക്കുന്ന സമയം ജോയ് നായർ സന്നിധാനത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മകരജ്യോതി കത്തിക്കുന്നത് കാണാനായി നിരവധി ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികളായിട്ടുള്ള ആളുകളും മറ്റും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ അത്ര തിരക്ക് ഇല്ലയെങ്കിൽ തന്നെയും അല്ലെങ്കിൽ അതിൽ തിരക്കിൽ നിന്ന് കുറച്ച് കുറവുണ്ട് പല കാരണങ്ങളാലും. എങ്കിലും ഈ സീസണിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശബരിമല സന്നിധാനവും പരിസര പ്രദേശങ്ങളും ആകെ തന്നെയും. സുർജിത്ത് അയ്യപ്പത്ത് പുല്ലുമേടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പുല്ലുമേട് എന്ന് കേട്ടാൽ തന്നെ ആളുകൾക്ക്, മലയാളികൾക്കും ശബരിമലയിലേക്ക് ദർശനം നടത്താൻ വരാറുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്കടക്കം ദുഃഖമുണ്ടാക്കുന്ന ഒരു ദുരന്തം, വലിയ ദുരന്തം നടന്ന സ്ഥലം. അവിടെ സ്വാഭാവികമായിട്ടും അതിനുശേഷം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം സ്ത്രീകളുടെ പ്രവേശം കൂടെ ശബരിമല സന്നിധാനത്തടക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മകരജ്യോതി ദർശനം എന്നതുകൂടെ ആഗ്രഹിക്കുന്ന ഭക്തരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാകും, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം. അങ്ങനെയുള്ള ആളുകളെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അവർക്ക് സുരക്ഷ നൽകാമെന്ന് പോലീസ് പറയുന്നത് സാധ്യമാകുന്ന കാര്യമാണോ? സനീഷ, ഞാൻ പുല്ലുമേടിന്റെ ബേസ് ക്യാമ്പായ വണ്ടിപ്പെരിയാറിലാണ് ഇപ്പോൾ ഉള്ളത്. പുല്ലുമേട്ടേക്കുള്ള യാത്ര ഉച്ചയ്ക്ക് മാത്രമാണ് പോലീസ് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളത് ബേസ് ക്യാമ്പായ വണ്ടിപ്പെരിയാറിലാണ്. നിരവധി വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമായും എത്തിയിട്ടുള്ളത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള വാഹനങ്ങളാണ് പ്രധാനമായുള്ളത്. അതായത് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായും ഇവിടേക്ക് എത്തുന്നത്. നമുക്കറിയാം 2011 ജനുവരി 14 സമാനതകളില്ലാത്ത ദുരന്തം, 102 പേരാണ് കൊല്ലപ്പെട്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം